ഹായ് SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ 18th സെഷനാണിത്. നമ്മൾ ഈ ഒരു സെഷനിൽ CGLൻ്റെ പ്രീവിയസ് ഇയർ 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിലും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ആദ്യം തന്നെ നമ്മുടെ മുമ്പിലൊരു ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇൻ ദ ഗിവൺ ഫിഗർ എ സർക്കിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ട്രയാങ്കിൾ PQR such that it touches the side PQ, QR and RP at points D, E, F respectively. If the length of the sides PQ equal to 15 centimeter, QR equal to 11 centimeter and RP equal to 13 centimeter, then find the length of PD എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് PQR. ആ ട്രയാങ്കിളിൻ്റെ അകത്ത് ഒരു സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ സൈഡ്സ് നമ്മുടെ അല്ലെങ്കിൽ സർക്കിളിൻ്റെ സർക്കംഫറൻസ് നമ്മുടെ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡിലും ടച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ടച്ച് ചെയ്യുന്ന പോയിന്റ്സിനെ DEF എന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ട്രയാങ്കിളിൻ്റെ 3 സൈഡും തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് PD എന്ന് പറയുന്ന സൈഡ് നമ്മുടെ ഈ P ആൻഡ് D എന്ന് പറയുന്ന ഈ ഒരു സൈഡാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇതാണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇതേ ഫിഗർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾക്കറിയാം ഇവിടെ നമുക്ക് ഈ കൊടുത്തേക്കുന്ന PF എന്ന് പറയുന്ന ഈ ഒരു ഒരു ലൈൻ അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്? ടാൻജന്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ ജോമെട്രിയുടെ പ്രോപ്പർട്ടിയാണ് അതായത് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമ്മൾ സർക്കിളിലേക്ക് ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ ഈ PFും നമ്മുടെ ഈ PD എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ സർക്കിളിന്റെ കേസ്. നമ്മുടെ ഈ പറയുന്ന ജോമെട്രിയിൽ നമ്മുടെ സർക്കിൾ, ട്രയാങ്കിൾ അല്ലെങ്കിൽ സർക്കിൾ ആൻഡ് ആ ഒരു ടാൻജന്റിന്റെ പ്രോപ്പർട്ടിയാണ് അതെന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ ഒരു സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആൻഡ് സിമിലർലി ഈ ഒരു സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതൊന്ന് ഹാൻഡിൽ ചെയ്ത് പോകാം. സോ ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ അറിയാത്തൊരു സൈഡ് എന്ന് പറയുന്നത് PD ആണ്. സോ തൽക്കാലം നമുക്ക് PDനെ H എന്ന് എടുക്കാം. നമുക്ക് അൺനോൺ വാല്യൂവിനെ H എന്ന് എടുക്കാം. അപ്പോൾ ഇത് H ആണെങ്കിൽ നമ്മുടെ ഈ ഒരു PQ എന്ന് പറയുന്ന ഈ ഒരു മൊത്തം സൈഡിനെ നമുക്ക് 15 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ PQ എന്ന് പറയുന്ന മൊത്തം സൈഡ് 15 സെന്റിമീറ്റർ ആണ്. അതിൽ PD നമ്മൾ H ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ DQ എന്ന് പറയുന്ന സൈഡ് എത്ര ആയിരിക്കും? 15 എന്ന് H കുറച്ചാൽ മതിയായിരിക്കും. ആ ഫുൾ സൈഡ് 15 ആണെങ്കിൽ നമ്മൾ ഇത്രയും പോർഷൻ H ആണെങ്കിൽ ഇത് 15 മൈനസ് H ആയിരിക്കും. ഇനി ഇത് 15 മൈനസ് H ആണെങ്കിൽ നമ്മുടെ ഈ QE എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് എന്ത് തന്നെ ആയിരിക്കും? 15 മൈനസ് H ആയിരിക്കും. ബിക്കോസ് അത് രണ്ടും ഈക്വൽ ആണ്. ഇനി നമ്മൾ ഈ RE എന്ന് പറയുന്ന ഈ സൈഡിലേക്ക് വന്നാൽ നമുക്കറിയാം ഈ RQ എന്ന് പറയുന്ന ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് QR എന്ന് പറയുന്ന ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 11 സെന്റിമീറ്റർ. അതിൽ ഈ ഒരു QE എന്ന് പറയുന്നത് 15 മൈനസ് H ആ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സൈഡായ RE എന്ന് പറയുന്ന സൈഡ് എത്ര ആയിരിക്കും? മൊത്തം ആ ഒരു സൈഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് 11 ആണ്. 11ന് നമ്മൾ ഈ ഒരു QE മൈനസ് ചെയ്യുവാണെങ്കിൽ QE എന്ന് പറയുന്നത് 15 മൈനസ് H ആണ്. സോ നമ്മൾ അതൊന്ന് മൈനസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് H മൈനസ് 4 എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? H മൈനസ് 4 ആയിരിക്കും. ഇനി അത് H മൈനസ് 4 ആണെങ്കിൽ നമ്മുടെ ഈ സൈഡും എന്ത് തന്നെ ആയിരിക്കും? H മൈനസ് 4 ആയിരിക്കും. ബിക്കോസ് ആ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. ആ രണ്ട് ടാൻജൻസ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി അഗെയിൻ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് PR വാല്യൂ തന്നിട്ടുണ്ട്. PR വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 13 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സോ ഈ ഒരു സൈഡ് മൊത്തം 13 ആണ്. അതിലെ ഇത്രയും പോർഷൻ H മൈനസ് 4 ആണെങ്കിൽ നമ്മുടെ ഈ PF എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് എത്ര ആയിരിക്കും? നമ്മൾ ആ 13ൽ നിന്ന് നമ്മുടെ ഈ ഒരു H മൈനസ് 4 മൈനസ് ചെയ്താൽ പോരെ? H മൈനസ് 4 നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 13 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. സോ 13 പ്ലസ് 4 നമുക്കത് 17 എന്ന് വരും. 17 മൈനസ് H എന്ന് വരും. സോ നമ്മുടെ ഈ PF എന്ന് പറയുന്ന ഈ ഒരു സൈഡ് എത്ര കിട്ടും? 17 മൈനസ് H എന്ന് കിട്ടും. ആൻഡ് ഇനി നമുക്കറിയാം ഈ PFും അതുപോലെ തന്നെ PDയും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇത് 17 മൈനസ് H ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് നമ്മൾ അതിനെ തന്നെയാണ് H എന്ന് എടുത്തേക്കുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആക്ച്വലി എന്താ കിട്ടുന്നത്? 17 മൈനസ് H എന്ന് പറയുന്നത് എത്ര ആയിട്ട് കിട്ടുന്നുണ്ട്? H ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു വാല്യൂയും ഇവിടുത്തെ ഈ ഒരു വാല്യൂ എന്താണ്? സെയിം ആണ്. ഈ രണ്ട് ടാൻജൻസും ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് 17 ഈക്വൽ ടു മൈനസ് H അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് 2H എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് Hന്റെ വാല്യൂ എത്ര കിട്ടും? 8.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. നോക്കിയാൽ നമ്മൾ ആ ട്രയാങ്കിളിൽ ഒന്ന് ചുറ്റി വന്നപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. സോ ഇതേപോലത്തെ ക്വസ്റ്റൻസ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. സെയിം പാറ്റേണിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു വാല്യൂസ് മാത്രം മാറും. ഫിഗർ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. സോ ഇതേപോലെ ക്വസ്റ്റൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി വരുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ എടുക്കാൻ പറ്റും.
ക്ലിയർ? ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ജോമെട്രിയുടെ തന്നെ ആ ഒരു സിമ്പിൾ പ്രോപ്പർട്ടി നമ്മുടെ ആ സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ജോമെട്രിയിലെ ആ ഒരു സിമ്പിൾ പ്രോപ്പർട്ടി ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഒരു സർക്കിളിലേക്ക് തന്നെ 2 ടാൻജൻസ് വരയ്ക്കുകയാണെങ്കിൽ ഒരേ പോയിന്റിൽ നിന്ന് 2 ടാൻജൻസ് വരയ്ക്കുകയാണെങ്കിൽ ആ 2 ടാൻജൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തൊരു ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റൻ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് കോട്ട് എക്സ് മൈനസ് ടാൻ എക്സ് ഈക്വൽ ടു 3/2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് കോട്ട് എക്സ് പ്ലസ് ടാൻ എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിതിനെ ഫോർമുല എടുത്ത് ചെയ്യാം. പക്ഷെ ഫോർമുലയിലേക്ക് പോകാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് റേഷ്യോസ് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് ആദ്യം തന്നെ. സോ നമുക്ക് റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് ചുമ്മാ വളരെ ഈസി ആയിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യാം. നമുക്കറിയാം കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് എന്നാണ് എടുക്കുന്നത്. അതുപോലെ ടാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നാണ് എടുക്കുന്നത്. ആൻഡ് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? 3/2 വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എ സ്ക്വയർ മൈനസ് ഒ സ്ക്വയർ ബൈ എ ഇൻറ്റു ഒ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 3/2 എന്ന് കിട്ടും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്യുക. നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ഇവിടെ താഴെ എ ഒ എന്നാണ് കിട്ടിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഒ, അഡ്ജസന്റ് ഇൻറ്റു ഓപ്പോസിറ്റ്. അതിന്റെ ആ അഡ്ജസന്റ് ഇൻറ്റു ഓപ്പോസിറ്റ് വാല്യൂ ആണ് എന്തെന്ന് കിട്ടിയേക്കുന്നത്? നമുക്ക് 2 എന്ന് കിട്ടിയേക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അഡ്ജസന്റ് ഇൻറ്റു ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ 2 ആണ് വരുന്നതെങ്കിൽ നമ്മുടെ അതിലെ ഒരെണ്ണത്തിന്റെ വാല്യൂ 2ഉം അതിന്റെ ഒരെണ്ണത്തിന്റെ വാല്യൂ 1 വന്നാൽ മാത്രമല്ലേ നമുക്ക് 2 വരത്തുള്ളൂ. ഒരെണ്ണത്തിന്റെ വാല്യൂ 2ഉം ഒരെണ്ണത്തിന്റെ വാല്യൂ 1 വന്നാൽ മാത്രമേ 2 × 1 2 വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നോ ഇല്ലയോ, നമ്മൾ എടുത്ത വാല്യൂ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടെ മുകളിൽ ഈ പോർഷനിൽ ഒന്ന് ഇട്ട് നോക്കിയാൽ മതി. അത് ചെയ്യുമ്പോഴും 3 തന്നെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? നമുക്ക് അവിടുന്ന് ആ വാല്യൂസ് എടുത്ത് ശരിയാണെന്ന് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് ആ വാല്യൂസ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ആ ഒരു 2യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റന്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. സോ 2യുടെ സ്ക്വയർ മൈനസ് നമുക്ക് ആ ഒരു 1ന്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് എത്ര കിട്ടും? 4 - 1 എന്ന് വരും. അത് കറക്റ്റായിട്ട് എന്ത് തന്നെ വരുന്നുണ്ട്? 3 തന്നെ വരുന്നുണ്ട്. നോക്കിയാൽ നമുക്ക് അത് 3 കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ താഴെയുള്ള ആ എയോനെയാണ് 2 × 1 എന്ന് എടുത്തത്. അതും നമുക്ക് കറക്റ്റായിട്ട് എന്ത് തന്നെ വരുന്നുണ്ട്? 2 തന്നെ വരുന്നുണ്ട്. സോ അവിടെ 3/2 ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ 2 കറക്റ്റായിട്ട് പ്ലേസ് ആവുന്നത് 3യും കറക്റ്റായിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് ഉറപ്പിക്കാം ദാറ്റ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2ഉം ആൻഡ് ഒയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തുമാണ്? 1ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ചോദിച്ചേക്കുന്നതിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ കോട്ട് തീറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോട്ട് എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഇപ്പോൾ എടുത്ത പോലെ തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. പ്ലസ് നമ്മുടെ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. സോ അവിടെ ക്രോസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെ ഒന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ നമുക്ക് എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ഒ സ്ക്വയർ ബൈ എ ഒ എന്ന് കിട്ടും. സോ എ ഒ എന്ന് പറയുന്ന 2 ആണ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ഓപ്ഷനിൽ താഴെ 2 വരുന്നതായിരിക്കും ആൻസർ. സോ നമ്മുടെ ഓപ്ഷൻ സിയോ ഡിയോ ആണ് ആൻസർ വരാൻ പോകുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? ഈ എ സ്ക്വയർ പ്ലസ് ഒ സ്ക്വയർ ചെയ്ത് നോക്കിയാൽ മതി. സോ അത് ഓൾറെഡി നമ്മളിപ്പോൾ ചെയ്തായിരുന്നു. എ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2യുടെ സ്ക്വയർ പ്ലസ് ഒ സ്ക്വയർ എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ ആൻഡ് ബൈ താഴെ നമുക്ക് എന്തുണ്ടായിരുന്നു? 2 ഉണ്ടായിരുന്നു. സോ 2യുടെ സ്ക്വയർ നമുക്ക് 4 എന്ന് വരും ആൻഡ് 1ന്റെ സ്ക്വയർ നമുക്ക് 1 എന്ന് വരും ബൈ 2 എന്ന് വരും. സോ 4 + 1 എത്രയാണ്? 5 ആണ്. സോ 5/2 എന്ന് ആൻസർ വരും. നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് റേഷ്യോ വെച്ച് ചുമ്മാ നമുക്ക് നോക്കി കമ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് എഴുതേണ്ട ആവശ്യം പോലും വരത്തില്ല ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ നോക്കിയാൽ നമ്മളവിടെ വലിയ ഫോർമുലേഴ്സിലേക്കോ ഇക്വേഷൻസിലേക്കോ ട്രിഗ്നോമെട്രിയുടെ ഫോർമുലയിലേക്കോ ഒന്നും പോകാതെ തന്നെ നമ്മൾ സിമ്പിൾ റേഷ്യോസിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് മാത്രം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് സോൾവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. അടുത്തൊരു ഇൻസ്റ്റാൾമെന്റ് ക്വസ്റ്റൻ ആണ്. അതും നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇൻസ്റ്റാൾമെന്റ് ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് നിങ്ങൾക്കത് ഫോർമുല വെച്ച് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. സോ ഫോർമുല നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് ഫോർമുല എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ഇൻസ്റ്റാൾമെന്റ് ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ ആ ടോട്ടൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെന്റ് ബൈ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു തവണത്തെ ഇൻസ്റ്റാൾമെന്റ് ബൈ 1 + റേറ്റ് ബൈ 100 റേസ് ടു 1 പ്ലസ് again installment by 1 plus rate by 100 raised to 2. അങ്ങനെ നമ്മൾ എത്ര തവണ എടുക്കണം? എത്ര ഇൻസ്റ്റാൾമെന്റ് ആണോ വരുന്നത് അത്രയും തവണ നമുക്കത് എടുക്കണം. അപ്പോൾ യൂഷ്വലി നമുക്ക് എക്സാമിൽ എപ്പോഴും 2 or 3 ഇൻസ്റ്റാൾമെന്റ്സ് ആണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റൻ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നമുക്കിവിടെ മൊത്തം 2 ഇൻസ്റ്റാൾമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും the sum of ₹6,000 is to be paid back in 2 equal installments. Each installment is to be paid at the end of the end of every year. How much is each installment if the interest is compounded annually at 2% per annum എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് ഫോർമുലയിലേക്ക് വാല്യൂസ് എല്ലാം ഇട്ടുകൊണ്ട് നമുക്ക് അത് സോൾവ് ചെയ്യാം. അപ്പം ജസ്റ്റ് ഞാൻ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാല്യൂസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രിൻസിപ്പൽ എത്രയാണ്? 6,000 ആണ്. ഈക്വൽ ടു നമുക്ക് അടയ്ക്കേണ്ട ഇൻസ്റ്റാൾമെന്റ് ബൈ
1 പ്ലസ് ആർ എന്ന് പറയുന്ന 2 തന്നിട്ടുണ്ട്. സോ 2/100 റേസ് ടു 1 പ്ലസ് അഗെയിൻ ഇൻസ്റ്റാൾമെന്റ് ബൈ 1 പ്ലസ് 2/100 റേസ് ടു 2 എന്ന് വരും. നമുക്ക് ഇത് ഫുള്ള് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻസ്റ്റാൾമെന്റ് വാല്യൂ എന്താണെന്ന് കിട്ടും. സോ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതാണ് അതിന്റെ പ്രോപ്പർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെയുള്ള പ്രശ്നം, നമ്മളിത് ഈ രീതിയിലൊന്ന് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് കാൽക്കുലേറ്റീവും ഒരുപാട് സമയമെടുക്കും. സോ എങ്ങനെ പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്യാം ഇനി എക്സാമിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് സോൾവ് ചെയ്ത് ആൻസർ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആ എഴുതിയേക്കുന്ന ഒന്ന് സോൾവ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടെ നിന്ന് ഐയുടെ വാല്യൂ കിട്ടും. ആ ഐ എന്ന് പറയുന്നതാണ് ഇൻസ്റ്റാൾമെന്റ്. നിങ്ങൾക്ക് അത് സോൾവ് ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതതിന്റെ പ്രോപ്പർ മെത്തേഡാണ്. എക്സാമിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാം? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മൊത്തം 6000 രൂപയല്ലേ? മൊത്തം 6000 രൂപയാണ് നിങ്ങൾ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ അവിടെ പലിശ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എത്ര രൂപ അടയ്ക്കേണ്ടി വരും? 3000 റുപ്പീസ് വെച്ച് എന്തായാലും അടയ്ക്കേണ്ടി വരത്തില്ല. നിങ്ങൾ 2 തവണയായിട്ട് ആ പൈസ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പലിശയും കൊടുക്കുന്നില്ലെന്ന് തന്നെ വിചാരിച്ചു, ഒരു ഇൻട്രസ്റ്റും ഇല്ലെന്ന് വിചാരിച്ചു. ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ അവർ നിങ്ങൾ ചുമ്മാ 6000 റുപ്പീസിന് 2 തവണയായിട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പകുതി അടച്ചാൽ മതി എന്ന് പറഞ്ഞ് തരുവാണെങ്കിൽ മിനിമം എത്ര അടയ്ക്കണം? 3000 അടയ്ക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നോക്കിയൊക്കെ അവിടെ 2000 റേഞ്ചിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സാമ്പിൾ. അത് ആ 2 ഓപ്ഷൻസും ആൻസർ വരത്തില്ല. സോ അത് തന്നെ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ആവും. ഇനി നമുക്ക് അവിടെ 2 ആൻസർ 3000 റേഞ്ചിലുണ്ട്. അപ്പൊ ആൻസർ നമുക്ക് 3000 റേഞ്ചിലാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇനിയും ആ 2 ഓപ്ഷനിൽ റൈറ്റ് ആൻസർ ഏതാന്ന് നോക്കണം. സോ അതും അഗെയിൻ വളരെ ഈസിയാണ്. നമുക്ക് അവിടെ തന്നേക്കുന്ന റേറ്റിന്റെ പെർസെന്റേജ് നോക്കിയിട്ട് വെറും 2% ആണ് തന്നേക്കുന്നത്. നമുക്ക് ഈ 3000 റുപ്പീസ് നമ്മൾ ചുമ്മാ ഒരു റഫായിട്ട് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു 6000 റുപ്പീസിന്റെ 2% എന്നൊരു ആംഗിളിൽ പലിശ എടുത്താൽ പോലും 6000ന്റെ 1% എത്ര വരും? 60 വരും. 2% എന്ന് പറയുമ്പോഴത്തെ എത്ര വരും? നമുക്ക് ഓൾമോസ്റ്റ് ഒരു 120 വരും. പക്ഷെ ആദ്യത്തെ പലിശ നമ്മൾ അടയ്ക്കുമല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യമേ നമുക്കൊരു 30യും രണ്ടാമത്തെ കേസിൽ വരുമ്പോഴത്തേന്ന് നമുക്കൊരു 30യും പ്ലസ് നമ്മുടെ രണ്ടാമത്തെ കേസിന്റെ ഒരു 30 കൂടി വരുമ്പോഴത്തേന്ന് നമുക്ക് ആദ്യത്തെ ഒരു തവണ 3000 നമ്മൾ അടയ്ക്കുന്നതിന്റെ അതിന്റെ പലിശ 30 റുപ്പീസ്. നമ്മൾ അതിന്റെ ഒരു പലിശ എന്ന റാങ്കിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു 30 അടയ്ക്കാണ് എന്ന് റഫായിട്ട് എടുത്താൽ പോലും നമുക്ക് അവിടുന്ന് ഈ പറയുന്ന പോലെ ആൻസർ ഏകദേശം ഏത് റേഞ്ചിൽ വരത്തില്ല. എക്സാക്ട്ലി ഈ വാല്യൂസ് അല്ല വരുന്നത്. നമ്മളിത് റഫായിട്ട് ചുമ്മാ പെട്ടെന്ന് ആൻസർ നോക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് റഫായിട്ട് എടുത്താൽ പോലും നമുക്ക് ആൻസർ ഏകദേശം ഏത് റേഞ്ചിലാണ് വരുന്നത്? ഒരു 3100 റേഞ്ചിലെ നമുക്ക് ആൻസർ വരത്തുള്ളൂ. അല്ലെങ്കിൽ 3100 അടുപ്പിച്ചേ നമുക്ക് ആൻസർ വരത്തുള്ളൂ ഒരു ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ 3000ഉം 30 ഏകദേശം 90യും. സോ 3090 റേഞ്ചിൽ ആണ് നമുക്ക് ആൻസർ വരാൻ പോകുന്നത്. സോ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും 3589 ആണ് കൊടുത്തേക്കുന്നത്. അത്രയും വലിയൊരു പലിശ വരത്തേ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഫുൾ 6000ന്റെ മുകളിൽ നിങ്ങളൊരു 10% പലിശ എടുത്താൽ പോലും എത്രയേ വരത്തുള്ളൂ? 600 വരത്തുള്ളൂ. അപ്പോൾ 3600 വരത്തുള്ളൂ 10% എടുത്താൽ പോലും, ഓക്കെ, ചുമ്മാ എടുത്താൽ പോലും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഓൾമോസ്റ്റ് 3600 എന്ന് പറഞ്ഞുള്ള ഓപ്ഷനാണ് അവസാനം കൊടുത്തേക്കുന്നത്. 3589 വിച്ച് ഇസ് ഓൾമോസ്റ്റ് നിയർ ടു 3600. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് 10% എടുത്താലേ അത്രയും ഒരു റേഞ്ചിലേക്ക് പോലും പോകത്തുള്ളൂ. ഇതിപ്പം വെറും 2% പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ എവിടെ വരത്തുള്ളൂ? നമ്മുടെ ആ 3090 എന്ന് പറയുന്ന ഓപ്ഷനേ വരത്തുള്ളൂ. സോ ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമിൽ എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്റ്റാൾമെന്റ് ആൻസേഴ്സ് മോസ്റ്റ് ഓഫ് ദി കേസിൽ മാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ എപ്പോഴും അതിനെ പ്രോപ്പർ മെത്തേഡിൽ സോൾവ് ചെയ്യണം എന്ന് നിർബന്ധമില്ല എന്നുള്ളത് നോക്കുക, അറിഞ്ഞിരിക്കുക. എക്സാമിൽ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്തൊരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റൻ ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് സോൾവ് ചെയ്യാം. ക്വസ്റ്റനിൽ പറയുന്നത് എ പെൻ വാസ് സോൾഡ് ഫോർ ₹166.44. ഒരു റഫ് വാല്യൂ ആണ് കൊടുത്തേക്കുന്നത്. ഒരു പെന്ന് സെല് ചെയ്യുന്നത് 166.44 ആൻഡ് ആ സമയത്ത് അങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് 14% ആണെന്ന് തന്നിട്ടുണ്ട്. If it were sold for ₹154.76, then what would have been the percentage of profit or loss? അപ്പോൾ അവിടെ ചോദിക്കുന്നത് 166.44 എന്ന് പറഞ്ഞൊരു റേറ്റിൽ നമ്മൾ ആ പെന്നെ വിൽക്കുമ്പോൾ 14% പ്രോഫിറ്റിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും ആ വിലയേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ വിലയാണ് 154.76 എന്ന് പറയുന്നത്. അപ്പൊ ആ വിലയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്കിവിടെ എത്ര പെർസെൻറ്റേജിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിക്കാം സിമ്പിൾ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഈ പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 166.44 എന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രോഫിറ്റ് 14% എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിറ്റത് എത്ര തന്നെ ആയിരിക്കും? നമുക്ക് ആ ഒരു CP കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആ 166.44 ഡിവൈഡഡ് ബൈ 14% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 114%-നായിരിക്കും അത് വിറ്റേക്കുന്നത്. ഇപ്പൊ ഡിവൈഡ് ചെയ്യും നമ്മൾ അതിനെ 114 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 1% കിട്ടും. നമുക്ക് ശരിക്കുള്ള വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100% ചെയ്താൽ മതി.
സോ നമ്മൾ അതൊന്ന് സോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പെർസെൻറ്റേജ് എല്ലാം ക്യാൻസൽ ആവും. നമുക്ക് ഈ ഒരു 114 വെച്ച് ഇതിനെ ഒന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് അവിടെ അത് വരുന്നത് നമുക്കത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? ഏകദേശം ഒരു 1.46 വരും. സോ 1.46 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 146 റുപ്പീസ് എന്ന് നമുക്ക് ഓൾമോസ്റ്റ് CP കിട്ടും. ഓക്കെ, ഏകദേശം റഫായിട്ടൊന്ന് എടുത്താൽ മതി. 146 റുപ്പീസ് എന്നുള്ളത് നമുക്ക് CP കിട്ടും. ഇനി CP നമുക്കറിയാം 146 അടുപ്പിച്ചൊരു വാല്യൂ ആണ്, അല്ലെങ്കിൽ 146 തന്നെയാണ് എന്ന് വിചാരിച്ചോളൂ. ഇനി നമുക്ക് അവിടെ അടുത്തൊരു സെല്ലിംഗ് പ്രൈസ് പറയുന്നുണ്ട്. എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 154.76. ഇവിടുന്ന് ഒരു കാര്യം തീരുമാനമായി, എന്താണ്? പ്രോഫിറ്റ് ആണ്. എന്നിട്ട് 146 വാങ്ങിച്ച വില വിൽക്കുന്ന 154 അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രോഫിറ്റ് ആണ്, ലോസ് വരത്തില്ല. സോ ഫസ്റ്റും ലാസ്റ്റ് ഓപ്ഷനും എലിമിനേറ്റ് ആയി. ഇനി ഏകദേശം പെർസെൻറ്റേജ് എത്ര വരും എന്ന് നോക്കിയാൽ മാത്രം മതി. നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർലി പ്രോഫിറ്റ് ആണെന്നുള്ളത് മനസ്സിലായി. പ്രോഫിറ്റ് എത്ര റുപ്പീസ് ആണ് എന്ന് ചെക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെ അത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ 8.76 ഡിഫറൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആ 8.76 ഡിവൈഡഡ് ബൈ ആ ഒരു എത്രയാണ്? CP 146 ഇൻറ്റു 100. നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ 146 അല്ലെങ്കിൽ അതിൻ്റെ 150 എന്ന് എടുത്താൽ പോലും 150 ഇൻറ്റു ഏകദേശം 6 ചെയ്യുമ്പോഴാണ് 900 വരുന്നത്. നമുക്ക് മേളിൽ കാണാൻ പറ്റും. ഏകദേശം മേളത്തെ വാല്യൂ നമ്മൾ ആ ഒരു 100 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 876/146 എന്ന് വരും. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ എത്രൻ്റെ കുറവുണ്ട്? 4ൻ്റെ കുറവുണ്ട്. ആൻഡ് 4 ഇൻറ്റു ഏകദേശം നമുക്ക് മേളിൽ നോക്കിക്കഴിഞ്ഞാൽ 4 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 24 ആൻഡ് അവിടെ ആ 900 നിന്ന് 24ൻ്റെ കുറവുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് എത്ര ആണ് എന്ന് നോക്കുന്നതിന് പകരം നമുക്ക് ഇങ്ങനെയും നോക്കാം. നമുക്ക് ഇത് 150 വെച്ച് കമ്പയർ ചെയ്താൽ ഒരു 4ൻ്റെ കുറവുണ്ട്. നമ്മളിത് തൊട്ടടുത്തുള്ള 900 ഈ 150 തന്നെ മൾട്ടിപ്ലൈ ആയ 900 വെച്ച് കമ്പയർ ചെയ്താൽ നമുക്ക് ഇതൊരു 24ൻ്റെ കുറവുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4ഉം 24 കട്ട് ചെയ്താൽ എത്ര? 6 അല്ലേ വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വാല്യൂസും കട്ട് ചെയ്യുമ്പോൾ എന്ത് തന്നെ വരും? 6 തന്നെ വരും. ഒരു നെഗറ്റീവിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നോക്കുന്ന രീതിയാണ് അതെന്ന് പറയുന്നത്. സോ 6% പ്രോഫിറ്റ് ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്ത് നോക്കാം പ്രോപ്പർലി. നിങ്ങൾക്ക് അവിടെ 6% തന്നെ ആൻസർ വരും. സോ 6% പ്രോഫിറ്റ് ആണ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. ആൻഡ് ഈ ഒരു സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. ആൻഡ് ഒരു വലിയൊരു ഓൾജിബ്രയുടെ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ആക്ച്വലി ഇതേപോലത്തെ ക്വസ്റ്റൻ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേരും സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റൻസ് ആക്ച്വലി വളരെ ഈസി ആണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. നമുക്കിവിടെ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്കിവിടെ x² പ്ലസ് 1/x² വാല്യൂ ആണ് ചോദിക്കുന്നത്. അപ്പോൾ x² പ്ലസ് 1/x² എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് x പ്ലസ് 1/x കണ്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ x പ്ലസ് 1/x എന്ന് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ x² പ്ലസ് 1/x² വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, ആ തന്നേക്കുന്ന എയുടെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് 2 കുറച്ചാൽ മാത്രം മതി. അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ x പ്ലസ് 1/xന്റെ ഹോൾ സ്ക്വയർ എടുത്ത് നോക്കിക്കേ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഷോർട്ട് കട്ട് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് എക്സാമിൽ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ നമ്മൾ സ്കൂളിൽ ചെയ്യുന്നത് പോലെ സ്ക്വയറിംഗ് ബോത്ത് സൈഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സ്ക്വയർ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട്. നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഓർത്ത് വെച്ചേക്കുക. എക്സാംസിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. വളരെയധികം ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? x പ്ലസ് 1/x വേണം. സോ എക്സ് തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ 1/x എടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് എടുത്താൽ പോരെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ √5 - 2 by √5 plus 2 ആൻഡ് 1/x എന്ന് പറയുമ്പോൾ അതിന്റെ തന്നെ ഇൻവേഴ്സ്. അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ √5 plus 2 by √5 - 2 എന്ന് വരും. ഇനി നമുക്ക് ഇതിനൊന്ന് ക്രോസ് ചെയ്യാം. ഇതിനൊന്ന് ക്രോസ് ചെയ്താൽ √5 - 2 ഇൻറ്റു √5 - 2 നമുക്കവിടെ √5 - 2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. പ്ലസ് അടുത്തത് √5 plus 2 ഇൻറ്റു √5 plus 2. സോ √5 plus 2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ആൻഡ് ദെൻ ഡിവൈഡഡ് ബൈ √5 plus 2 ഇൻറ്റു √5 - 2. അപ്പോൾ അതെന്ന് പറയുന്നത് എന്ത് വരും? √5 plus 2 ഇൻറ്റു √5 - 2. ഇവിടെ മേളിൽ നോക്കിക്കേ, a - b ദ ഹോൾ സ്ക്വയർ പ്ലസ് a പ്ലസ് b ദ ഹോൾ സ്ക്വയർ ആണ് അവിടെ വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ ഇതും അറിഞ്ഞിരിക്കുക. a പ്ലസ് b ദ ഹോൾ സ്ക്വയർ പ്ലസ് a മൈനസ് b ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു a² പ്ലസ് b² ആണ്. നിങ്ങൾ അവിടെ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും a മൈനസ് ബി ദ ഹോൾ സ്ക്വയറും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതൊന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഫൈനലി ഈ ഫോർമുല ആയിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതും നിങ്ങൾ നോക്കി വെച്ചേക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് അറിയാവുന്ന ഒരാൾക്ക് അത് സെപ്പറേറ്റ് സ്ക്വയർ ചെയ്യേണ്ടി വരത്തില്ല. അവർക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. നിങ്ങൾ കാണിച്ചു തരാം. 2 ഇൻറ്റു a² എന്ന് പറയുമ്പോൾ √5യുടെ സ്ക്വയർ എത്ര വരും? 5 എന്ന് വരും. ആൻഡ് 2യുടെ സ്ക്വയർ എത്ര വരും? 4 എന്ന് വരും. നോക്കിയേ, വളരെ പെട്ടെന്ന് കഴിഞ്ഞില്ല അത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നു തന്നെ a മൈനസ് ബി ദ ഹോൾ സ്ക്വയറും a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഒക്കെ യൂസ് ചെയ്ത് അത് ഫുൾ ഓപ്പൺ ചെയ്ത് എഴുതി കട്ട് ചെയ്ത് പ്ലസ് ചെയ്ത് എടുക്കേണ്ടി വരും. വളരെയധികം സമയം എടുക്കും. ഇനി താഴെ നോക്കിക്കാൻ നമുക്കത് a പ്ലസ് ബി ഇൻറ്റു
എ മൈനസ് ബി എന്ന് പറയുന്ന ഫോർമാറ്റ് അല്ലേ തന്നേക്കുന്നത്. എ പ്ലസ് ബിന്റെ എ മൈനസ് ബിയുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ √5 സ്ക്വയർ 5 മൈനസ് 2 സ്ക്വയർ 4 വരും. സോ 5 - 4 അത് 1 ആയി പോകും. സോ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 2 × 5 + 4 നമുക്ക് അത് എത്രയെന്ന് കിട്ടും? 5 + 4 9, 2 × 9 നമുക്ക് 18 കിട്ടും. അപ്പോൾ നോക്കിയാൽ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടിയില്ലേ, എച്ച് പ്ലസ് 1/hന്റെ വാല്യൂ. ഇപ്പോൾ 18 ആണ് എച്ച് പ്ലസ് 1/hന്റെ വാല്യൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ എച്ച് സ്ക്വയർ പ്ലസ് 1/h സ്ക്വയർ. എന്തായിരുന്നു നമ്മുടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്? എ സ്ക്വയർ മൈനസ് 2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 18ന്റെ സ്ക്വയർ എത്രയാണ്? 324 ആണ്. അതിൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 322 എന്ന് ആൻസർ വരും. നോക്കിയാൽ വളരെ പെട്ടെന്ന് ആൻസർ വന്നില്ലേ? സോ അത്യാവശ്യം വലിയൊരു ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിനെ ഈ രീതിയിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റും. സോ നമ്മൾ ഈ ഒരു സെഷനിൽ SSC CGLന്റെ ആ ഒരു 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു സെഷൻസ് കുറേ നാളായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ ചെന്ന പ്ലേലിസ്റ്റിൽ നിന്ന് ആ വീഡിയോസ് എല്ലാം ഒരുമിച്ച് കാണാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങളുടെ ആ ഒരു റെയിൽവേ എക്സാംസിലും അതുപോലെ തന്നെ GD എക്സാംസിന്റെ ക്വസ്റ്റ്യൻസും ഇതേപോലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ കാണാവുന്നതാണ്. അപ്പം വരായിരിക്കുന്ന CGL, CHL, MTS പോലത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, അതേപോലെ തന്നെ റെയിൽവേയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് അവിടുന്ന് ആ ഒരു സെഷൻസ് മൊത്തം ഒരുമിച്ച് കാണാവുന്നതാണ്. ആൻഡ് ആദ്യമായിട്ട് ഈ ഒരു ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കാനും ആൻഡ് ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ടും ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യാം. സോ വരുന്ന ദിവസം നമുക്ക് ഇതിന്റെ കൂടുതൽ ക്വസ്റ്റൻസുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.